അല്ലമ്മേ, ഒരുക്കങ്ങളൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? എങ്ങനെ കഴിയാനാ? പാതി വഴിക്കാ സുലു ഇട്ടിട്ട് പോയില്ലേ? സുനുവിന്റെ എവിടെ പോയി? ആ മുത്തുന്റെ കൂടെ എങ്ങനെ ഒളിച്ചോടി പോയോ? നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ടോ കേട്ടോ. സുലു കടയിൽ പോയതാ, അവിടെ വെക്ക്. അല്ല, ഇതാണോ വേഷം? പോയി മാറ്, പെട്ടെന്നാവട്ടെ. അമ്മേ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. വാ മുത്തശ്ശി. സുന്ദരിയായിരിക്കുന്നല്ലോ. അപ്പൊ ഇത്രയും കാലം ഞാൻ സുന്ദരിയല്ലായിരുന്നു? പോടി, നീ എന്ന് സുന്ദരിയല്ലേ. ഉമ്മ. അമ്മേ, എല്ലാരും എത്തിയോ? നിങ്ങളെ ആദ്യം വന്നത്. ഞങ്ങളാണല്ലോ ആദ്യം എത്തേണ്ടത്. തീർച്ചയായും കുറച്ച് വൈകി പോയെന്ന സംശയമുള്ളൂ. കേറി വാ. ആഹാ, കല്യാണ പെണ്ണിങ് എത്തിയോ? ഇവരിവിടേക്ക് വരാൻ വൈകിയെന്ന് പറയായിരുന്നു ഞാൻ. ശരിയാ, തുളസിയെ സംബന്ധിച്ച് ഇതവളെ കെട്ടാൻ പോകുന്ന ആളുടെ വീട് മാത്രമല്ലല്ലോ, അമ്മാവന്റെ വീട് കൂടെയല്ലേ. എന്താ പ്രിയയും ജയനൊന്നും മിണ്ടാത്തത്? ദുർഗച്ചി, അത് പഴയതെല്ലാം മറക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. ഇനി ആ പഴയ വിരോധവും പിണക്കവും ഒന്നും മനസ്സിൽ വെക്കണ്ട. നമ്മൾ ഇന്നു മുതൽ പുതിയൊരു ബന്ധം തുടങ്ങാൻ പോവാ. എല്ലാരും എത്തിയല്ലോ. ഇപ്പൊ ഒന്ന് കേറിയുള്ളൂ. അടക്കുരുവി, നിന്റെ ഡ്രസ്സിംഗ് സൂപ്പർ. പ്രിയ പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചതാ. ക്ഷണിച്ചത് ഞാനാ. അല്ല, ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ഏയ്, ബുദ്ധിമുട്ടോ? എന്താ അപ്പച്ചി അങ്ങനെ ചോദിച്ചത്? ചിലരുടെ എല്ലാം മുഖത്ത് മിന്നിമായുന്ന നവരസങ്ങൾ കണ്ട് ചോദിച്ചതാ. അങ്ങനൊന്നുമില്ല. സന്തോഷായില്ലേ ജയ? മകളുടെ വിവാഹത്തിനുള്ള ജാതകം നോക്കുമ്പോ ഏതൊരച്ഛനാ സന്തോഷിക്കാതിരിക്കാൻ പറ്റുക, അല്ലേ ജയ? അതെ. ഇവിടെ എന്തൊക്കെയോ വശവശക നടക്കുന്ന ലക്ഷണം ഉണ്ടല്ലോടാ. നിനക്ക് തോന്നുന്നതാ. എന്തായാലും ഒന്ന് ഒരുങ്ങി നിൽക്കുന്നത് നല്ലതാ. എഴുത്തുകാരൻ അങ്ങോട്ട് മാറി തന്നാലേ ഞാൻ അങ്ങോട്ടൊന്ന് പോയേനെ. ആഹാ, തുളസി മോളെ, രണ്ടുപേരുടെ നിൽപ്പ് കണ്ട കല്യാണം കഴിഞ്ഞതുപോലുണ്ട്. അവരല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ എപ്പോഴും നിൽക്കുന്നതും നടക്കുന്നതും ഒക്കെ. അയ്യോ, ആതിരമോൾ എവിടെ? റൂമിലുണ്ട്. അവളാണല്ലോ ഈ കഥയിലെ ദുഃഖപുത്രി. നീയൊന്ന് മാറിക്കേ.
റെഡിയായല്ലോ, നന്നായി. ദുർഗ നിനക്ക് വല്ല സൂചനയും തന്നിരുന്നു? എന്ത് സൂചന? പിന്നെ നീ എന്തിനാ മണവാട്ടി ചമയുന്നത്? സുലാൻഡി പറഞ്ഞു ചിലപ്പോ എന്റെ ജാതകമായിരിക്കും ദുർഗാന്റെ ആ സമയത്ത് ആസ്ട്രോളജിസ്റ്റിന് ഹാൻഡ് ഓവർ ചെയ്യാന്ന്. എനിക്കും തോന്നുന്നുണ്ട്. ഒന്നും കാണാതെ ദുർഗ എന്നെ വിളിച്ചു വരുത്തില്ല. അവളുടെ ക്ഷണം നിരസിക്കാൻ നോക്കിയപ്പോ നിർബന്ധിച്ചതും അതുകൊണ്ട് തന്നെയാവും. അപ്പൊ എന്റെ ആദ്യേട്ടന്റെ ജാതക പൊരുത്തായിരിക്കും ഇവിടെ നടക്കാന്ന് ഉറപ്പായി. തുളസിയെ അണിഞ്ഞൊരുങ്ങി നിപ്പുണ്ട്. അവളുടെ അണിയലും ഒരുക്കൊക്കെ വേസ്റ്റ് ആവും അല്ലേ മാമൂസേ? വേസ്റ്റ് ആവണം. നിന്നെ കുറെ കണ്ണീര് കുടിപ്പിച്ചതല്ലേ, അതിനുള്ള മുതലും പലിശയും ദുർഗ അവൾക്ക് ഇന്ന് കൊടുക്കും. ഇതെനിക്കാണോ മാമൂസേ? അതെ, നിനക്കല്ലാതെ വേറെ ആർക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും വിലപിടിപ്പുള്ളത് കൊണ്ടുവരിക? നീ ആയിരിക്കും ഇന്ന് ഇവിടെ നടക്കുന്ന ചടങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നവൾ. അതുകൊണ്ട് തുളസിയേക്കാൾ ഒരുങ്ങിയിരിക്കേണ്ടതേ നീയാ. കണ്ണു തട്ടാതിരിക്കാനേ മുഖത്തൊരു കറുത്ത പൊട്ടു കുത്തേണ്ടതാ. എന്തേ ചെയ്യാം, അത് കുത്തിയാ എല്ലാവരുടെ ശ്രദ്ധ അതിലേക്ക് പോവും. ഈ സുന്ദരിയെ ശ്രദ്ധിക്കാതെ പോവും. അതൊന്നും സാരമില്ല മാമൂസേ. മാമൂസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത് തന്നെ. പിന്നെ പ്രാർത്ഥനയുടെ കാര്യം പറയാനുണ്ടോ? നീ നോക്കിക്കോ, ഇന്ന് ആദിയും തുളസിയുമായുള്ള ജാതകപ്പൊരുത്തം ആയിരിക്കില്ല ഇവിടെ നടക്കുക. സുലു പറഞ്ഞതുപോലെ ആദിയും ആതിരയും തമ്മിലുള്ള പൊരുത്തം നോക്കലാവും നടക്കുക. മഹാനായ ജ്യോതിഷ പണ്ഡിതൻ ബ്രഹ്മശ്രീ രാജവർമ്മ തിരുമേനി കുറിച്ചു തരാൻ പോകുന്നത് ആദിത്യനും ആതിരയും തമ്മിലുള്ള വിവാഹ മുഹൂർത്തമായിരിക്കും. ആദിത്യനും ആതിരയും, പേരിൽ തന്നെ എന്തൊരു പൊരുത്തം. എന്താ വാ പറ. എടി, അവിടെ എല്ലാരും നമ്മൾ അന്വേഷിക്കില്ലേ? അതിനെന്താ, നമ്മൾ ഒളിച്ചോടെ നിൽക്കുന്നവരൊന്നും അല്ലല്ലോ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അല്ല, നിന്റെ തെറ്റിദ്ധാരണ ഇതുവരെ മാറിയിട്ടില്ലേ? നിന്റെ അമ്മ ദുർഗാമ്മ ആയിരിക്കുന്നിടത്തോളം കാലം എന്റെ തെറ്റിദ്ധാരണ മാറില്ല മോനെ. ഇപ്പോഴെന്തിനാ അമ്മയെ തെറ്റിദ്ധരിക്കുന്നത്? ഈ ചടങ്ങിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അമ്മയാ. ജോത്സ്യരെ മാത്രമല്ല, എല്ലാ പിണക്കങ്ങളും മറന്ന് നിന്റെ വീട്ടിൽ വന്ന് അങ്കിളിനെ ആന്റി ഇവിടേക്ക് ക്ഷണിക്കുക വരെ ചെയ്തില്ലേ അമ്മ? അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് സംശയം. അമ്മയെ സംശയിക്കേണ്ട ഒരു കാര്യവും ഇപ്പൊ ഇല്ല. അപ്പൊ നിന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന തുളസി? നോക്കിക്കോ, ഇന്ന് മുതൽ നീ കാണാൻ പോകുന്നത് പുതിയൊരു ദുർഗാമയാ. പുതിയ ദുർഗാമ്മ എന്ന് പറയുന്നത് പഴയ ദുർഗാമ്മ തന്നെ അല്ലേ? ആള് മാറിയിട്ടൊന്നുമില്ലല്ലോ. അമ്മയുടെ സ്വഭാവേ മുഴുവനായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മുടെ ജാതകങ്ങൾ തമ്മിൽ പൊരുത്തക്കേടൊന്നുമില്ല എന്ന് ജോത്സ്യര് പറയണം. അതുവരെ എനിക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല. എന്നുവെച്ചാ നമ്മുടെ ജാതകങ്ങൾ തമ്മിൽ ചേരില്ല എന്നാണ് ജോത്സ്യര് പറയുന്നതെങ്കിൽ അതിന്റെ പിന്നിൽ ദുർഗാമ്മയുടെ കളിയാണെന്ന് മനസ്സിലാക്കിക്കോണം. അങ്ങനൊരു കളി എന്റെ അമ്മ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം നമ്മൾ ഇവിടെ നിറങ്ങും. ആ, എവിടേക്ക്? എവിടേക്കെങ്കിലും. നിന്റെ അമ്മ തടഞ്ഞ? ആര് തടഞ്ഞാലും നമ്മൾ പോയിരിക്കും. അത് ശരി. രണ്ടുപേരും ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നോ? ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? എന്താ അമ്മേ? അവിടെ എല്ലാരും നിങ്ങളെ അന്വേഷിക്കുക. ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി. ആ, നടക്കട്ടെ. ഞാൻ ശല്യമായോ? ഹേയ്, അമ്മ എങ്ങനെ ഞങ്ങൾക്ക് ശല്യാവുന്നേ? തുളസിക്ക് എന്നോടുള്ള പിണക്കം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഏയ്, എനിക്ക് പിണക്കൊന്നുമില്ല. എന്നെപ്പറ്റി എന്തെങ്കിലും തെറ്റായ ധാരണ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കണം. ഇനി നമ്മൾ ഒരുമിച്ച് ഈ വീട്ടിൽ കഴിയേണ്ടതാ. ഏയ്, എനിക്കങ്ങനെ ഒന്നുമില്ല ദുർഗാമ്മ. ചെയ്തു പോയതും പറഞ്ഞു പോയതുമായിട്ടുള്ള പല തെറ്റുകളും പരസ്പരം പൊറുക്കണം.
ഇത്രയും കാലം എനിക്കൊരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയൊരു മകളും കൂടി. നിന്നെ എനിക്ക് അങ്ങനെ കാണാനാ ഇഷ്ടം. നീ എന്റെ മകളാണ്. അമ്മേ, ഞങ്ങള് വേഗം വരാം. ആ, എന്നെ ഒഴിവാക്കാൻ തിടുക്കമല്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. പറയാനുള്ള രഹസ്യങ്ങളൊക്കെ ഇനി കല്യാണം കഴിഞ്ഞിട്ട് പറയാം. അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഒന്നും പറയാനില്ലാതെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇരിക്കേണ്ടി വരും. ആ, ഞാൻ പോയേക്കാം. രണ്ടാളും വേഗം വന്നേക്കണം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ല അമ്മ ആകെ മാറിയെന്ന്. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗന്ധഗണപതിയേ വരവരദ സർവജനീയ വശമായ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗന്ധഗണപതിയേ വരവരദ സർവജനീയ വശമായ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗന്ധഗണപതിയേ വരവരദ സർവജനീയ വശമായ സ്വാഹ. ഓം ശ്രീം ഗം സൗമ്യായ ഗണപതിയേ സർവജനീയ വശമായ സ്വാഹ. കുട്ടികളുടെ പേരും നക്ഷത്രവും പറയാ. ആദിത്യൻ പൂര നക്ഷത്രം. കൃഷ്ണ തുളസി പൂരൻ നക്ഷത്രം. രണ്ടുപേരും ഒരേ ദിവസം ഒരേ നക്ഷത്രം. അയ്യോ തിരുമേനി, അത് ദോഷമല്ലേ? ദോഷമാണോ എന്ന് ചോദിച്ചാൽ ദോഷം തന്നെയാണ്. ധനനഷ്ടം, മാനനഷ്ടം, അകാല മൃത്യു എല്ലാം സംഭവിക്കാം. പക്ഷേ പണ്ഡിത മതപ്രകാരം ചില നക്ഷത്രങ്ങളുടെ കൂടിച്ചേരലുകൾ വളരെ ഫലപ്രദമാണ് താനും. പൂരം നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും കുഴപ്പം? ആദ്യം രണ്ടുപേരുടെയും ജാതകങ്ങൾ കാണട്ടെ. ജനിച്ച സമയം കൂടി നോക്കിയാലേ കൃത്യമായി പറയാൻ പറ്റൂ. ആ, ജാതകങ്ങൾ തരൂ. ആ, ദാ തിരുമേനി. ആൺകുട്ടിയുടെ ജാതകം അവന്റെ അമ്മയും പെൺകുട്ടിയുടെ ജാതകം അവളുടെ അമ്മയും ഏൽപ്പിക്കണം. ദാ കൊടുക്ക. പ്രിയ, കൊടുക്ക. ജാതകം മാറിയല്ലോ. ഇത് പെൺകുട്ടിയുടെ ജാതകമാണ്. പെൺകുട്ടിയുടെ അമ്മ തന്നെ ജാതകം കൈമാറിയിരിക്കുന്നത്. കുഴപ്പമില്ല. ആദ്യയുടെ ജാതകം എവിടെ? മൂർത്തിത്വേ പരികൽപ്പിത ശശപ്രതോ വർത്തമാ പുനർജന്മനഃ ആത്മേ വാത്മവിദാ പ്രതിഷ്ഠിതഃ.
മഹേശ്വര സന്നിധിയിൽ ഉഗ്രവ്രതം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണല്ലോ തുളസി. അതെ, എന്റെ അസുഖം ഭേദമാവാൻ വേണ്ടി അവള് തൃക്കോട്ടൂർ അമ്പലത്തിൽ ഭജന ഇരുന്നിരുന്നു. അതിന്റെ ഫലം നല്ലപോലെ കാണുന്നുമുണ്ട്. എന്നുവെച്ചാ ഉമാമഹേശ്വരന്മാർ തുളസിയെ കനിഞ്ഞരളിയിരിക്കുന്നു. അപ്പോ ദോഷമൊന്നും? ആ ഒരു കാരണം മാത്രം മതി തുളസിയുടെയും ആദിയുടെയും ജീവിതം ധന്യമാവാൻ. ഭഗവാനെ, 10ൽ 8 പൊരുത്തം. പത്തിൽ 10 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഉചിത്വം. അപ്പൊ പിന്നെ എത്രയും വേഗം ഇവർ തമ്മിലുള്ള വിവാഹം നടത്താം അല്ലേ തിരുമേനി? നടത്താം. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ വിവാഹം നടത്താം അല്ലേ പ്രസാദേട്ടാ? അതെ, എന്നാ പിന്നെ തീയതി കൂടി തിരുമേനി ഇപ്പൊ തന്നെ ഒന്ന് കുറിച്ചോളൂ. കുറിക്കാം. അതിനു മുൻപ് പ്രസാദിനോടും ദുർഗയോടുമായി ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ തിരുമേനി? പ്രസാദിനോടും ദുർഗയോടും മാത്രമാണ് സംസാരിക്കാനുള്ളത്. നമുക്ക് അപ്പുറത്തേക്ക് മാറി നിൽക്കാം. തിരുമേനി, വല്ല ദുർനിമിത്തവും പറയാനുണ്ടോ? പറഞ്ഞല്ലോ, എനിക്ക് പറയാനുള്ളത് പ്രസാദിനോടും ദുർഗയോടുമാണ്. ഓടി ഇങ്ങോട്ട്. എന്താടി? എന്ത് വേണം നിക്ക? വിവാഹം വൈകുന്നാണോ തിരുമേനി? ഒരിക്കലുമല്ല. വിവാഹത്തിന് ഒരു തടസ്സവുമില്ല. പിന്നെന്താ ഇത്ര വലിയ രഹസ്യം? രഹസ്യമുണ്ട്. അല്ല, രഹസ്യം എന്ന് പറഞ്ഞ? ആദിയും തുളസിയുമായുള്ള വിവാഹം നടക്കുന്നതോടെ ഒരു മരണം അത് സുനിശ്ചിതമാണ്. മരണോ? വിവാഹം കഴിഞ്ഞ 3-ാം ദിവസം അത് സംഭവിക്കും. ഒരകാല മൃത്യു. മൂന്നാം ദിവസം ആർക്കാണ് അകാല മൃത്യു സംഭവിക്കുക? പാപ പാപേക്ഷിതോവ യതി ബലരഹിത മാതൃസ്ഥാനാദിപോവ മൃതിഭവന പതിർ മാന്തിരാശീശ്വരോവ. മാന്തി എന്നാൽ ഗുളികൻ, മൃത്യുകാരകൻ ഗുളികൻ. ഒന്ന് വ്യക്തമായിട്ട് പറയൂ തിരുമേനി. നക്ഷത്രവിധി പ്രകാരം ഇവർ ഒന്നിച്ചാൽ
വധുവിന്റെ അമ്മയ്ക്ക് മരണം സംഭവിക്കും.